പത്തനംതിട്ട കോന്നി പയ്യനാമൺ പാറമട അപകടത്തിൽ കാണാതായ അന്യസംസ്ഥാന തൊഴിലാളിക്കായി തിരച്ചിൽ പുനരാരംഭിച്ചു. ജില്ലാ കളക്ടർ, NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പാറ ഇടിഞ്ഞു വീണ് അപകട സാധ്യത ഉള്ളതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമാണ്. വിശദാംശങ്ങളുമായി സുനിൽ ഇലന്തൂർ ചേരുന്നു. സുനിൽ, വളരെ സങ്കീർണമായ ഒരു രക്ഷാദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. എന്ത് തരത്തിലുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇന്ന് രാവിലെ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. സുരക്ഷാ കാരണങ്ങളാലാണ് രക്ഷാപ്രവർത്തനം നിർത്തിയിരിക്കുന്നത്. വലിയ ക്രെയിൻ എത്തിച്ച് തിരച്ചിൽ അല്പസമയത്തിന് അകം പുനരാരംഭിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. വലിയ ക്രെയിൻ എത്തുന്നതോടെ ഒരു പരിധി വരെ അപകട സാധ്യത ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനന്തു, ഈ എന്തായിരുന്നു ഇപ്പോൾ രാവിലെ ആരംഭിച്ച ഒരു രക്ഷാപ്രവർത്തനം ഇപ്പൊ നിർത്തിവെക്കാനുള്ള ഒരു കാരണം എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ അധികൃതർ? അതോ ഇനി കഴിഞ്ഞ ദിവസത്തെ പോലെ ഈ പാറ ഇടിഞ്ഞു വീഴുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്? അതാണോ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാനുള്ള ഒരു കാരണം? പാറ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൂടിയാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരടക്കമുള്ളവരുടെ ഇടപെടലുകളും രക്ഷാസേനാംഗങ്ങളിലെ അംഗങ്ങളെ പാനിക്കാക്കുന്നുണ്ട്. അപ്പോ ഈ വലിയ ക്രെയിൻ എത്തുന്നതോടെ അപകട സാധ്യത ഒഴിവാക്കി പാറക്കഷ്ണങ്ങൾ പൂർണ്ണമായി നീക്കി തൊഴിലാളിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ അധികൃതർ നടത്തുന്നത്. സുനിൽ, രാവിലെ അതുപോലെ നമ്മൾ കണ്ടതാണ് ഈ രണ്ടുപേരിലധികം രക്ഷാപ്രവർത്തകർ അവിടെ ഈ വടം കെട്ടി ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ NDRF സംഘവും ഫയർഫോഴ്സും തന്നെയാണോ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്? അതെ അനന്തു, 5 രക്ഷാപ്രവർത്തകരാണ് രാവിലെ വടത്തിന്റെ സഹായത്തോടു കൂടി അപകട സ്ഥലത്ത് ഇറങ്ങിയത്. കൂടുതൽ ആളുകളെ അവിടെ അപകട സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് പ്രവേശിപ്പിക്കാതിരുന്നത്. എന്നാൽ അവർ രാവിലെ ഇറങ്ങി കൈകൊണ്ട് പാറക്കഷ്ണങ്ങൾ നീക്കി കാണാതായ തൊഴിലാളിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു എങ്കിലും അത് വിഫലമായി. അതിനെ തുടർന്നാണ് വലിയ ക്രെയിൻ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. അനന്തു, ശരി, വ്യക്തമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ തന്നെ വടം കെട്ടി ഈ പാറയുടെ അടിയിൽപ്പെട്ട ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ക്രെയിൻ എത്തിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനിൽ ഇലന്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.